നടൻ ജോജു ജോർജ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പണി. ഈ സിനിമയിലെ വില്ലനായ സാഗർ സൂര്യയുടെ വില്ലൻ കഥാപാത്രവും കാമുകിയുമായുള്ള സീനുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി കഴിഞ്ഞു. സാഗർ സൂര്യയുടെ കാമുകിയെ അഭിനയിച്ച് കാന്താരിപ്പെണ്ണ് ചില്ലറയൊന്നുമല്ല. ആൾ ഡോക്ടറാണ്, ഡെൻറ്റിസ്റ്റാണ്. പേര് മെർലറ്റ് ആൻ തോമസ്. പഠനത്തിനിടയിലും ഒരു നടിയാകണമെന്ന സ്വപ്നം താലോലിച്ച് നടന്ന ആളാണ്. കലിപ്പനായ വില്ലൻ്റെ കാന്താരിയായ നായികയായി ആൻ തോമസ് കസറി അഭിനയിച്ചിട്ടുണ്ട്. കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി തന്നതിന് ശേഷമാണ് ജോജു ജോർജ് എന്നെ സിനിമയിലേക്ക് ക്ഷണിച്ചത്. ഒരു നടി എന്ന നിലയിൽ കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എന്തും ചെയ്യേണ്ടി വരുമെന്ന് ബോധ്യമുണ്ട്. വിമർശനങ്ങളും നല്ല പ്രതികരണങ്ങളും പോസിറ്റീവായി എടുക്കുന്നു. സിനിമയിൽ അഭിനയിക്കുന്നത് അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ലായിരുന്നു. ആദ്യം ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കൂ, അതിനുശേഷം അഭിനയിച്ചാൽ മതി എന്ന് മാതാപിതാക്കൾ പറഞ്ഞു. അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഞാൻ ഡെൻ്റൽ കോളേജിൽ പഠിക്കാൻ പോയി. ഇനി അഭിനയമൊന്നും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്നു. ഹൗസ് സർജൻസിക്ക് ശേഷം കൊച്ചിയിൽ വന്നു. അവിടെ നിന്നാകെ ജീവിതം മാറിമറിയുകയായിരുന്നു. എഴുത്തോല എന്ന സിനിമയിലാണ് ഞാൻ ആദ്യം അഭിനയിച്ചത്. എല്ലാം വളരെ യാദൃച്ഛികമായി സംഭവിച്ചതാണ്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അവസരങ്ങൾ തേടി വരാൻ തുടങ്ങി. അതോടെ വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ ജോലി വിടുകയാണ്, എനിക്ക് അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞു. വീട്ടുകാർ അത് കേട്ട് അന്തം വിട്ടുപോയി. പിന്നീട് ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കി, ഇത് തന്നെയാണ് എൻ്റെ വഴിയെന്നും പറഞ്ഞു. എഴുത്തോലയ്ക്ക് ശേഷം പ്രകാരം എന്ന സിനിമയിലും അഭിനയിച്ചു. അതിനുശേഷം ആൻ്റണിയിലും പണിയിലും അഭിനയിച്ചു. ആൻ്റണിയിൽ ചെറിയൊരു വേഷമാണ് ചെയ്തത്. ജോജു ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയായി. ആൻ്റണിയിൽ അഭിനയം കണ്ടിട്ടാണ് ജോജു ചേട്ടൻ എന്നെ പണിയിലേക്ക് വിളിച്ചത്. പണിയിലെ കഥാപാത്രം എന്താണെന്നും എങ്ങനെയൊക്കെ ചെയ്യണമെന്നും എല്ലാം നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നു. പണിയിലെ അവസരം വന്നപ്പോൾ തന്നെ ഞാൻ വീട്ടുകാരെ വിളിച്ച് കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇത് സിനിമയാണ്, എനിക്ക് പലതരം വേഷങ്ങൾ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ഈ കഥാപാത്രം ചെയ്യുമ്പോൾ കുറച്ച് വിമർശനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടെന്നും വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു. എനിക്ക് എൻ്റെ ജോലിയോടുള്ള ആത്മാർത്ഥത വീട്ടുകാർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അവർ സമ്മതിച്ചു. പണി OTT ഇറങ്ങിയപ്പോൾ വലിയ തോതിലുള്ള റെസ്പോൺസാണ് എൻ്റെ കഥാപാത്രത്തിന് കിട്ടുന്നത്. ഒരുപാട് ട്രോളുകളും വിമർശനങ്ങളും നല്ല അഭിപ്രായങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. പല സൈറ്റുകളിലും എൻ്റെയും സാഗറിൻ്റെയും പടങ്ങൾ ഞാൻ കണ്ടു. ഇന്നത്തെ പെൺകുട്ടികൾ ഇങ്ങനെയാണ്, അധികകാലം പരിചയമില്ലാത്ത ആളിനൊപ്പം ഇറങ്ങിപ്പോകും എന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ. ഒരു കണക്കിന് സിനിമ അത്തരമൊരു മെസ്സേജാണ് നൽകുന്നത്. പെൺകുട്ടികൾ ഇങ്ങനെ നടന്നാൽ അവർക്ക് പണി കിട്ടും എന്ന രീതിയിലുള്ള മെസ്സേജാണ് എൻ്റെ കഥാപാത്രത്തിലൂടെ നൽകിയിരിക്കുന്നത്. എൻ്റെ ഷോൾഡർ മാത്രമേ അതിൽ കാണിക്കുന്നുള്ളൂ. ഞങ്ങളുടെ മുഖഭാവങ്ങളാണ് ആ സീനിൽ കൂടുതലായും കാണിക്കുന്നത്. ഒരു കാലത്ത് സിനിമ ആഗ്രഹിച്ച് നടന്നിട്ട് ഇനി ചെയ്യാനും കഴിയില്ല എന്ന് നിരാശപ്പെട്ടിടത്ത് നിന്നും ഞാൻ ഇവിടം വരെ എത്തി. ഇന്ന് എൻ്റെ കയ്യിൽ ഒരു പ്രൊഫഷനുണ്ട്. ഇനിയും ഒരുപാട് നല്ല സിനിമകളും കഥാപാത്രങ്ങളും ഒക്കെ ചെയ്ത് നല്ലൊരു ആർട്ടിസ്റ്റായി അറിയപ്പെടാനുള്ള ആൻ തോമസിൻ്റെ ആഗ്രഹം നിറവേറ്റപ്പെടട്ടെ എന്ന് GPS മീഡിയ ആത്മാർത്ഥമായി ആശംസിച്ചുകൊള്ളുന്നു.